ഇ-പോസ് മെഷീനുകളുടെ സർവീസ് ഫീ സർക്കാർ കുടിശ്ശികയാക്കിയിട്ട് 9 മാസം. കുടിശ്ശികയും സെക്യൂരിറ്റി ഡിപ്പോസിറ്റുമായി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ളത് 6.26 കോടി രൂപ. കുടിശ്ശിക കൊടുത്തു തീർത്തില്ലെങ്കിൽ ജനുവരി 31 ശേഷം സേവനം അവസാനിപ്പിക്കുമെന്ന കരാർ കമ്പനി. ജനം എക്സ്ക്ലൂസീവ്. ജനുവരി 1 മുതൽ തുടരുന്ന വാതിൽപ്പടി വിതരണക്കാരുടെ സമരം. 27 മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന റേഷൻ വ്യാപാരികളുടെ പ്രഖ്യാപനം. ഇതിന് പിന്നാലെയാണ് ഇ-പോസ് മെഷീനുകളുടെ ചുമതലയുള്ള സ്വകാര്യ കമ്പനിയും സേവനം അവസാനിപ്പിക്കാൻ നിർബന്ധിതമാകുന്നത്. ഇ-പോസ് മെഷീനുകളുടെ സർവീസ് ഫീ കുടിശ്ശിക വർദ്ധിച്ചതും വാർഷിക പരിപാലന കരാർ പുതുക്കാൻ സർക്കാർ തയ്യാറാകാത്തതുമാണ് സേവനം അവസാനിപ്പിക്കാനുള്ള കാരണമായി കരാർ കമ്പനി ചൂണ്ടിക്കാട്ടുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ വിഷൻ ടെക്കിന് 9 മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ നൽകാനുള്ളത്. സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടക്കം ആകെ 6.26 കോടി രൂപയാണ് കമ്പനിക്ക് ലഭിക്കേണ്ടത്. കുടിശ്ശിക പ്രശ്നവും വാർഷിക പരിപാലന കരാർ പുതുക്കാത്തത് മൂലം ജനുവരി 31 സേവനം അവസാനിപ്പിക്കുമെന്ന് കാട്ടി സ്ഥാപനം സർക്കാരിന് കത്തും നൽകിയിരുന്നു. 2017 കമ്പനിയുമായി സർക്കാർ ആദ്യ കരാർ ഒപ്പിടുന്നത്. പിന്നീട് ഇത് നീട്ടി നൽകിക്കൊണ്ടുവരുന്നു. വർഷം ഇത്ര കഴിഞ്ഞിട്ടും സേവനങ്ങൾക്കുള്ള നിരക്കിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സർക്കാർ തയ്യാറായിട്ടില്ല. 100ഓളം ജീവനക്കാർ ഇ-പോസ് മെഷീനുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 2017 സർക്കാർ നിശ്ചയിച്ച നിരക്കിലാണ് ഇവരുടെയും വേതനം. ഇതിൽ മാറ്റം വരുത്താൻ തയ്യാറാകാത്തതിനൊപ്പമാണ് കുടിശ്ശികയും നൽകാത്തത്. അധിക ചെലവുകൾക്കടക്കമുള്ള പണം കമ്പനി സ്വന്തം നിലയിൽ കണ്ടെത്തണമെന്നതാണ് നിലവിലത്തെ അവസ്ഥ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.